മോട്ടറോളയുടെ മോട്ടറോള റേസർ 60 അൾട്ര എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ്. ഈ ഒരു ഫോൺ 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള റേസർ അൾട്ര എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇപ്പം ഉള്ളിൽ 6.96 ഇഞ്ചിൻ്റെ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. 1.5K റെസൊല്യൂഷനാണ് ഇതിൽ വരുന്നത്. POLED പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 165 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ 300 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേയിൽ ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 10 ബിറ്റ് ഡിസ്പ്ലേക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് ആണ് വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിലായിട്ട് അത്യാവശ്യം വലിയ 4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിലും POLED പാനൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലും LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 165 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിലും മാക്സിമം 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിലും 10 ബിറ്റ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3000 നിറ്റ്സ് ആണ്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് സെറാമിക്കിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പം ഉള്ളിലും അതുപോലെ തന്നെ പുറത്തും അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലത് എന്ന് പറയാം. പിന്നെ ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 199 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.9 mm ആണ്. പിന്നെ IP48 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗൺ 8L8 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിന് ഇത് ലഭിക്കുന്നതായിരിക്കും. അപ്പം പ്രോസസ്സറിൻ്റെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും ഇതിൽ കോംപ്രമൈസ് വരുത്തിയിട്ടില്ല എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ ബേസ് വേരിയന്റിൽ തന്നെ 16 GB റാമും 512 GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. പിന്നെ LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പുമാണ് ഈ ഫോണിൽ വരുന്നത്. NFC-യുടെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള HelloU സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ OSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമില്ല ഇത്. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വലിയ തിരക്കേടില്ല എന്ന് പറയാവുന്നതാണ്. പക്ഷേ ടെലിഫോട്ടോ ലെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര മികച്ചൊരു ക്യാമറ സെറ്റപ്പ് എന്നും പറയാൻ പറ്റില്ല. എന്തായാലും തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനാണ്. ഇതൊരു ഫ്ലിപ്പ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ, ഇപ്പോൾ നോർമൽ ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ടെലിഫോട്ടോ ലെൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4700 mAhൻ്റെ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇപ്പം ഫോൾഡബിൾ ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. നോർമൽ ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ഫോൾഡബിൾ ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി ഓക്കെ ആണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇതിൽ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഫോൾഡ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 16 GB റാം 512 GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 99,999 രൂപയാണ്. പിന്നെ ചില ബാങ്ക് ഓഫേഴ്സ് ഉണ്ട്. ഇനീഷ്യലി നമുക്ക് 10,000 രൂപയുടെ ഓഫ് വരെ ലഭിക്കുന്നതായിരിക്കും. അപ്പം 90,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഇനീഷ്യലി നമുക്ക് ഈ ഫോൺ ലഭിക്കും. പിന്നെ May 21 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു പ്രോസസ്സറും എടുത്തിട്ടുണ്ട്, ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലിപ്പ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ മോട്ടറോളയുടെ ഫോണാണ്. ഇപ്പം ഒരു ഫ്ലിപ്പ് ഫോണൊക്കെ എടുക്കുമ്പം എത്ര പേര് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോട്ടറോളയുടെ ഒരു ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ളതും ഒരു ഡൗട്ടാണ്. എന്തായാലും ഇതിൽ നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.